ഇത് പള്ളിച്ചൽ ജംഗ്ഷനിലുള്ള സിഗ്നലാണ്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ പെരിങ്ങമലയിലോട്ടും നേരെ പോകുന്നത് ബാലരാമപുരത്തോട്ടും. ഈ സിഗ്നൽ ഏതൊക്കെ സിഗ്നൽ ആണ് പ്രവർത്തനം ചെയ്തതെന്ന് അറിഞ്ഞ് ഇതാ ഒന്ന് ഷൂട്ട് ചെയ്തോണേ. വണ്ടി എടുക്കാൻ പോവുകയാണ്. കേട്ടോ, ഇവിടെ സിഗ്നല് വലത്തോട്ട് പോകേണ്ട സിഗ്നൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ ചവിട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ നിന്ന് കാറുകൾ ഹോൺ അടിക്കുന്നുണ്ട്. റെഡ് ലൈറ്റ് കത്തി തന്നെ കിടക്കുന്നുണ്ട്. അടുത്ത് വണ്ടി കിടക്കുന്ന അടുത്ത് വീണ്ടും പാസ് ചെയ്ത് പോകുന്നുണ്ട്. നോക്കാം ഇനിയിപ്പോൾ എന്താണെന്ന് നോക്കാം ഒന്നുകൂടെ. വീണ്ടും നേരെയുള്ള ആരോ മാർക്ക് ലൈറ്റ് കത്തി. എന്നിട്ടും റൈറ്റിലോട്ട് തിരിയാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ് കത്തിയിട്ടില്ല. ആകെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. വളരെ ഒരു കൺഫ്യൂഷനാണ്. റൈറ്റിലോട്ട് മറ്റ് വണ്ടികളൊക്കെ സിഗ്നലാവുന്ന മുമ്പ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ടെടുത്ത് ബാക്കിൽ നിന്ന് പോകാൻ താല്പര്യമുള്ളവർക്ക് പോട്ടെ. അടുത്ത സിഗ്നലാവുന്നവരെ വെയിറ്റ് ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. സിഗ്നലും കാത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ മൊത്തം ഈ വ്യൂ എടുത്തോണ്ട് സൈഡ് അതും ഇതും കൂടി ചേർന്ന് വണ്ടിയുടെ സിഗ്നലാവുന്നതൊക്കെ പോകുന്നു. ഇവിടെ ഇടയ്ക്ക് നിരന്തരം വൻ ആക്സിഡൻ്റായി മരണങ്ങളൊക്കെ നടന്നിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ വളരെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും എനിക്ക് വലത്തോട്ട് തിരിഞ്ഞ് പോയാൽ പറ്റും. സിഗ്നൽ കാത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് പോവാം. നോക്കട്ടെ, ഈ ലൈറ്റ് ഒന്നുകൂടെ ഈ സിഗ്നലിൽ പോകുമ്പോൾ അടുത്ത സിഗ്നലിൽ ഒന്നുകൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ വളരെ നോക്കി സൂക്ഷിച്ച് ശ്രദ്ധയോടെ. ഇപ്പോഴും സിഗ്നൽ കത്തുന്നില്ല, വലത്തോട് സിഗ്നൽ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാനായിരിക്കും. എന്തായാലും പോവാം. വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇത് കയറി പോകുന്നത്. സിഗ്നൽ കയറി വന്നു. അപ്പോൾ ഇത് ഇവിടെ വൻ അപകടങ്ങൾ നിലവിൽ വീണ്ടും ഉണ്ടാകും. ഇതിന് ഉത്തരവാദിയായ അത് ഉദ്യോഗസ്ഥര ആണെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നലിൻ്റെ അതിൻ്റെ അതോറിറ്റി വിങ് ആണെങ്കിലും ഇത് എല്ലാവർക്കും ഇതിൽ പിന്നെ കൊലപാതക കുറ്റത്തിൽ പങ്ക് ഉള്ളതാണ്. അവരെയൊക്കെ പേരിൽ കൊലപാതക കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ്. വെറും കേസല്ല, അവരുടെ ജോലിയിൽ നിന്നും അവരെ പിരിച്ചുവിടുകയും ഈ അനാസ്ഥ കാണിക്കുന്നതിനെതിരെ ഈ നിലവിൽ ഇപ്പോൾ ഒരു 3-4 മാസത്തിലേക്ക് നിരവധി അപകടം നടന്ന് ആരൊക്കെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ പറ്റുന്നത്. ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് കാര്യം. ഇതുവഴി വന്നപ്പോൾ ഞാനത് വളരെ ശ്രദ്ധിച്ചാണ് വരുന്നത്. എന്തായാലും അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക.